പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രതിഭയോടൊത്ത് ചെലവഴിച്ചാൽ കുറച്ച് നിമിഷങ്ങളെ കുറിച്ചാണ്. പ്രതിഭയോടൊത്ത് എന്ന് പറയുമ്പോൾ അത് ചെലവഴിച്ചത് ഞാനല്ല, എങ്കിൽ കൂടി ഞാൻ അതിന് നിമിത്തമായി എന്നുള്ളതാണ് ഇത് പറയാനൊരു കാരണം. നാടക പ്രതിഭയോടൊത്ത് കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് മലയാള നാടകവേദിയിൽ നിലമ്പൂർ ആയിഷ എന്ന നടിയെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിരിക്കും. ഈ ആയിഷ നാടകത്തിലേക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ അവർ അനുഭവിച്ച പ്രതിസന്ധികളെയും എതിർപ്പുകളെയും അതുപോലെ തന്നെ ഊരുവിലക്കുകളാണ് നിരവധി സംഭവങ്ങൾ, ഏറും വെടിയും വരെ ഏറ്റ ചരിത്രമൊക്കെ ആയിഷാത്തനെ കുറിച്ചുണ്ട്. ഇവരിതൊക്കെ അനുഭവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിനേക്ക് അതിജീവിച്ചത്, ആ കാലത്ത് അത്രയും യാഥാസ്ഥിതികമായ ചുറ്റുപാടുകളുള്ള ആ കാലത്ത് ഇപ്പോൾ 85 വയസ്സിന് മുകളിലായ ആയിഷാത്ത അവരുടെ 20 വയസ്സിന് താഴെയുള്ള പ്രായങ്ങളിൽ ഇതൊക്കെ നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിൽ ഇത്ര ഉന്നതമായ സ്ഥാനത്തെത്തുകയും ഒരു വിപ്ലവ പ്രവർത്തനത്തിലൂടെ ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിക്കാൻ കാരണമായ ഒരു സ്ത്രീയായി മാറിയത്, അതും ഒരു മുസ്ലിം സ്ത്രീയായി മാറിയത് എന്നുള്ളത് അത്ഭുതകരമായ ഒന്നാണ്. അത് പ്രത്യേകം പറയേണ്ടതില്ല. മലയാള നാടകവേദിയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഒരിക്കലും മായ്ക്കപ്പെടാൻ പറ്റാത്ത ഒരു നാമമാണ് നിലമ്പൂർ ആയിഷ എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ആദ്യമായി, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു മുസ്ലിം സ്ത്രീ നാടകരംഗത്തേക്ക് ധൈര്യപൂർവ്വം കടന്നു വന്ന ചരിത്രം നിലമ്പൂർ ആയിഷയ്ക്കുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ആ പ്രയാണം അവർ ഇന്നും ഈ 86-ാം വയസ്സിൽ തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെയുള്ള ഒരു പ്രതിഭയെ അടുത്തറിയാൻ വേണ്ടി എത്തുന്നത് പട്ടാമ്പി ലെമൺ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥിനികളാണ്. ഇവരെ കാണാൻ വേണ്ടി 40ഓളം വിദ്യാർത്ഥിനികൾ, അവരുടെ 3 ടീച്ചേഴ്സും കൂടിയിട്ടാണ് അവർ എത്തുന്നത്. അവർ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അതിനു വേണ്ട സഹകരണങ്ങളും സപ്പോർട്ടുകളും നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു നിയോഗമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പനമ്പട്ടകളിലും പച്ചപുതച്ച നെൽപ്പാടങ്ങളിലും കാറ്റുപിടിക്കുന്ന പാലക്കാടൻ ഗ്രാമഭംഗിയിൽ ആടിത്തിമിർത്ത കുട്ടിക്കാല കുതൂഹലങ്ങളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയാണ് അവർ നിലമ്പൂരിന്റെ കാനന ഭംഗിയിലേക്ക് മഴ നനഞ്ഞെത്തിയത്. ആ കുട്ടികൾ നിലമ്പൂരിലേക്ക് എത്തിയതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണിത്. പട്ടാമ്പി ലെമന്റ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇംഗ്ലീഷ് വിഭാഗത്തിലെ 30 കുട്ടികളും 3 അധ്യാപകരുമായിരുന്നു അവര്. മലയാളത്തിന്റെ നാടക പ്രതിഭ നിലമ്പൂർ ആയിഷയുടെ ജീവിതം കേട്ടറിയാനും അവരോടൊത്ത് മുഖാമുഖം ഇരിക്കാനും ഷൊർണൂർ നിലമ്പൂർ തീവണ്ടിയിൽ ഹരിത ഇടനാഴിയിലെ ഗ്രാമക്കാഴ്ചകളും കർക്കിടകത്തിലെ പ്രഭാതമഴയും ആസ്വദിച്ച് തേക്കിന്റെ നാട്ടിൽ അവർ ട്രെയിനിറങ്ങിയത് ഈ കഴിഞ്ഞ ജൂലൈ 25-നാണ്. ജൂലൈ മാസത്തിൽ ചോരാത്ത മഴയത്താണ് അവർ നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങുന്നത്. അവരെയും വഹിച്ച് ഞാൻ മുഹാദിർ കരുളായി, നിലമ്പൂർ ആയിഷാത്തയുടെ ജീവിതം നാടകമാക്കിയ നിലമ്പൂർ കരുളായിക്കാരനായ മുഹാദിർ കരുളായി, കഥാകൃത്ത് അബ്ദുൾ രാമൻകുത്ത്, ഇത്രയും പേരാണ് ഇവർക്ക് സപ്പോർട്ടായി, ഇവർക്ക് സഹായത്തിനായി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുകയും ഞങ്ങൾ അവരെയും വഹിച്ച് രാവിലെ 10 മണിയോടെ നിലമ്പൂർ ബംഗ്ലാവ് കുന്നിലെ വനനിബിഡതകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ബംഗ്ലാവിന്റെ പൂമുഖപ്പടിയിൽ ഇവരെ എത്തിക്കുകയായിരുന്നു. അതോടുകൂടി ആയിഷാത്തെയും ഞങ്ങൾ അവിടെ എത്തിച്ചു. ഈ കുട്ടികൾ, ഈ 30-ൽ പരം വരുന്ന ഈ കുട്ടികൾ അതിലധികവും മുസ്ലിം വിദ്യാർത്ഥിനികളായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവർക്ക് ന്യായമായും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് അവർക്ക് ഉന്നയിക്കാറുണ്ടായിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും മറികടന്നുകൊണ്ട് സമുദായത്തിൽ ഇങ്ങനെ വിലക്കുകളൊക്കെ ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് അവർക്ക് ആയിഷാത്തയോട് ചോദിക്കാനുള്ളത്. ആയിഷാത്ത സ്വന്തം ജീവിതം കൊണ്ട് മലയാള നാടകവേദിയിൽ വിപ്ലവത്തിന്റെ ജ്വലിക്കുന്ന നക്ഷത്രമായി ഉദിച്ചുയർന്ന നിലമ്പൂരാശ എന്ന നാടക പ്രതിഭയുടെ ഇതിഹാസ സമാനമായ ജീവിതത്തിന്റെ കനൽപദങ്ങൾ താണ്ടിയ ചരിത്രം ആയിഷാത്ത പറഞ്ഞും പാടിയുമാണ് അവതരിപ്പിച്ചത്. ഇങ്ങനെ പറഞ്ഞും പാടിയും ആയിഷാത്ത ഇത് അവതരിപ്പിക്കുമ്പോൾ, രസകരമായി അവതരിപ്പിക്കുമ്പോൾ, പുറത്ത് നിലക്കാത്ത മഴയും ബംഗ്ലാവിനകത്ത് ആയിഷയുടെ വാക്ക് പ്രവാഹവും ഒരു ഗസൽ ആസ്വദിക്കുന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ ചടങ്ങ് മുന്നോട്ട് പോയിരുന്നത്. കുട്ടികൾ വളരെയധികം കൗതുകപൂർവ്വം ആകാംക്ഷയോടെ ആയിഷാത്തയോട് സംവദിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും പുറത്ത് കോരിച്ചൊരിയുന്ന മഴയുടെ
മഴ അതിന്റെ രൗദ്രഭാവത്തോടെ അത് താണ്ഡവ നൃത്തം ചെയ്യുകയായിരുന്നു. ആ ഒരു കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ അപ്പോൾ ആയിഷാത്തയുടെ മനസ്സ് പ്രക്ഷുബ്ധമായ പഴയ കുട്ടിക്കാലത്തിലേക്ക് ഊളിയിട്ടിറങ്ങുകയും അന്നത്തെ സംഭവങ്ങളെയൊക്കെ അന്നത്തെ രൗദ്രഭാവത്തോടെ ആ സമൂഹം അവർക്ക് നേരെ കാണിച്ച ഊരുവിലക്കിന്റെയും പ്രതിഷേധത്തിന്റെയും ഒക്കെ തീവ്രതയെ അതേ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, അവർ അഭിനയിച്ച് കാണിക്കുക കൂടി ചെയ്തുകൊണ്ട് കുട്ടികളെ വളരെ തൃപ്തികരപ്പെടുത്തുകയും കുട്ടികളോട് അവർക്ക് പറയാനുണ്ടായിരുന്നത്, നിങ്ങൾ ആർക്കു മുമ്പിലും അടിയറ വെക്കരുത്, നിങ്ങളുടെ മതവിശ്വാസം എന്തുമാവട്ടെ, നിങ്ങൾ വിശ്വസിക്കാം, ആചാരങ്ങൾ അനുഷ്ഠിക്കാം, അതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ നാടകം കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാടകം കളിക്കുക തന്നെ വേണം. കളിക്കാൻ വിലക്കുകളുണ്ടെങ്കിൽ ആ വിലക്കുകളെ തട്ടി തകർത്തുകൊണ്ട് തന്നെ മുന്നേറണം. നാടകമെന്നല്ല, സിനിമയായാലും കലയായാലും ചിത്രം വരയായാലും ഒക്കെ നമ്മളിൽ അന്തർഭവിച്ചിട്ടുള്ള സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു വിശ്വാസവും നിങ്ങൾക്കതിൽ തടസ്സം വരരുത്. അതിനെ വളരെ ശക്തമായി തന്നെ നേരിട്ടുകൊണ്ട് ശക്തമായ ഭാഷയിൽ തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ നിങ്ങൾ ജീവിത വിജയമുണ്ടാകും എന്നുള്ള ആയിഷാത്തായുടെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള അവരുടെ ജീവിത സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കുട്ടികൾ പട്ടാമ്പിയിലേക്ക് 4 മണിക്കുള്ള പാലക്കാടൻ ട്രെയിനിലേക്ക് കൊടപ്പനകളുടെയും കരിമ്പനകളുടെയും നാട്ടിലേക്ക് നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ നിന്ന്, നിലമ്പൂർ തേക്ക് വളരെ പ്രസിദ്ധമാണ്. നിലമ്പൂർ എന്ന് കേട്ടാൽ നമുക്ക് ഏവർക്കും ആദ്യം ഓർമ്മ വരിക തേക്ക് എന്നാണെങ്കിൽ, ഒരുപക്ഷെ കലാഹൃദയമുള്ളവർക്ക് നിലമ്പൂർ എന്ന് കേട്ടാൽ നിലമ്പൂർ ആയിഷ എന്ന നാമം കൂടി അതിനോട് ചേർത്ത് വായിക്കുമെന്നുള്ള ഒരു സത്യം കൂടിയുണ്ട്. ഈ സത്യം കൂടി കുട്ടികളെ ഉണർത്തിക്കൊണ്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ യാത്രയാക്കിയത്. ഈ ചടങ്ങിന്റെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം. പാട്ടം വളക്കണല്ലോ തമ്പുരാന്റെ പണ്ടാരപ്പത്തായം വീർപ്പിക്കാൻ പാടത്തെ നെല്ല്. ഈ പാട്ടൊക്കെ പാടി കേട്ടുമ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ടാവും. അപ്പൊ പറയും, ഞങ്ങള് ഇങ്ങനെ ഒരു നാടകത്തിൽ വന്നിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥങ്ങളില്ല. ആ അർത്ഥം പെണ്ണായാലും ആണായാലും ഒരേ തുവൽ പക്ഷികളാണ്. ഞങ്ങൾ ഒരേ തുവൽ പക്ഷികളാണ്. ഈ പക്ഷികൾ പറന്നുകൊണ്ടേയിരിക്കും. ആ കല പറന്നുകൊണ്ടേയിരുന്ന് നമ്മൾ ബോധവൽക്കരണം നടത്തണം. നമ്മളുടെ നാട്ടിലും നമ്മളുടെ വീട്ടിലും നമ്മളുടെ ഉമ്മമാരോടും നമ്മളുടെ അമ്മമാരോടും നമ്മളുടെ സഹോദരങ്ങളോടും നമ്മളുടെ സമൂഹത്തിനോട് നമ്മൾ ജനേവാലേ ദുനേ അരുമാനോ കി ദുനിയാ ലൂട്ടിലി മുഷ്കുരാനെ ബീന പായി ദീത മന്നാലൂ.